ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോറിയുടെ പേര് ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. ഇനി 5ാം ക്ലാസ്സിലെ മറ്റേതെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാലേ അവിടെ കാണാൻ പറ്റും 5ാം ക്ലാസ്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാം. ഇനി 5 അല്ല, 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ചാനലാവും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. 2ാമത്തെ യൂണിറ്റ് നമ്മൾ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുന്ന യൂണിറ്റാണ്, പ്രേരിപ്പിക്കുന്ന യൂണിറ്റ്. അതായത് ജീവിതത്തിൽ ഇന്നതാവണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന യൂണിറ്റാണ് സെക്കൻഡ് യൂണിറ്റ്. അപ്പോൾ അതിൽ പെട്ട ഒരു ചാപ്റ്റർ, അതേ സ്വഭാവം വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. അതായത് നമ്മളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന ഭാവിയിൽ നമുക്ക് ഇതാവണം, അതാകണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ മനസ്സിലിട്ട് തരുന്ന യൂണിറ്റാണ്. സോ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുകയാണ്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹൂ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഡ്രീംഡ് എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടു, ബിക്കമിങ് ആയിത്തീരാൻ, പൈലറ്റ് ആവാൻ. അപ്പോൾ പൈലറ്റ് ആവാൻ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ പെൺകുട്ടിയുടെ പേരാണ് ആര്യ. കണ്ടോ, ടൈറ്റിൽ കണ്ടല്ലോ, ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തിനു വിളിക്കാം, പൈലറ്റൊക്കെ ഇരിക്കുന്ന ഈ മൂവ്മെൻറ്റ്, ഈ ഒരു പ്ലെയിനിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂമാണ് കോക്ക്പിറ്റ്. അപ്പോൾ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്നാണ് ഈ ഒരു കഥയുടെ പേര്. നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കണം, അതായിരുന്നു ആഗ്രഹം, എപ്പോഴും പറക്കണമെന്ന്. വെൻ ഷി വാസ് 4 years old, അവൾക്ക് 4 വയസ്സ് പ്രായമായപ്പോൾ ഷീ വാണ്ടഡ് ടു ബി റോസമ്മ. അവൾക്ക് ആരാവണമെന്നാണ് പറഞ്ഞത്? റോസമ്മയാവണമെന്നാണ് പറഞ്ഞത്. ആഗ്രഹം അതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ആരാണ് റോസമ്മ? നോക്കാം. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ് എന്നാണ് ആര്യ ആദ്യമായിട്ട് റോസമ്മയെ കണ്ടത്. സോ റോസമ്മ ഒരു സർക്കസിലെ ഒരു കലാകാരിയാണ് കേട്ടോ. സർക്കസിലെ കലാകാരിയാണ് റോസമ്മ. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. അപ്പോൾ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സർക്കസിലൊക്കെ ഇങ്ങനെ ഒരു വളരെ ഉയരത്തിൽ നിന്ന് നീണ്ട ഊഞ്ഞാലുണ്ടാവും, അല്ലെങ്കിൽ കയറ്, അതിലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് കുറേ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. സോ അതാണ് ട്രപ്പീസ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോമർ. ഓക്കെ, അപ്പോൾ ആർട്ടിസ്റ്റും ഉണ്ട്. രണ്ട് വ്യത്യാസം എന്താണ് ഇവിടെ? ഈ ഒരു അവസാനം ഈ കണ്ടോ, അത് ആർട്ടിസ്റ്റ് എന്നാണ് വിളിക്കുക, ഉച്ചാരണം വരുന്നത്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, സ്റ്റേജ് പെർഫോമൻസ്, അതുപോലെ തന്നെ സർക്കസിലെ പെർഫോമൻസ് ഒക്കെയാണ്. മറ്റെഴുത്തുകാരും മറ്റൊക്കെ നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ റോസമ്മ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. എങ്ങനത്തെ ആർട്ടിസ്റ്റാണ്? ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ഇനി ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദി എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. കണ്ടോ, റോസമ്മ എങ്ങനെയാണ് ഒരു ഊഞ്ഞാലിൽ നിന്ന് അടുത്ത ഊഞ്ഞാലിലേക്ക്. നിങ്ങൾ സർക്കസ് പോയിട്ടുണ്ടാവും, ഒരു തവണയെങ്കിലും സർക്കസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സർക്കസിലൊക്കെ എങ്ങനെയാണ് ഒരു ഊഞ്ഞാലിൽ നിന്ന് അപ്പുറത്ത് ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഒക്കെ പോകുന്ന ഭയങ്കര അഭ്യാസ പ്രകടനമൊക്കെ കാണാമല്ലോ. അങ്ങനത്തെ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു റോസമ്മ. സോ അതുപോലെ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. അപ്പോൾ സ്വിങ്ങർ ഊഞ്ഞാലാട്ടോ, ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റു ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ പറക്കാനായിരുന്നു അവൾക്ക് ആഗ്രഹം. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. റോസമ്മയുടെ വസ്ത്രം വളരെ, നമുക്കറിയാലോ സർക്കസിലുള്ള ഈ ലേഡീസ് ധരിക്കുന്ന വസ്ത്രം വളരെ തിളക്കമുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സായിരിക്കും. സോ ആര്യക്കും എന്താണ്, റോസമ്മയെ പോലെ തിളക്കമുള്ള ഗ്ലിറ്റർ ചെയ്യുന്ന, ഗ്ലിറ്റർ മീൻസ് തിളങ്ങുന്ന വസ്ത്രം ധരിക്കണം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. 100 കണക്കിന് ആളുകൾ ആര്യക്ക് വേണ്ടി കൈയടിക്കും. അങ്ങനെ ഭാവിയിൽ ആര്യയുടെ ആഗ്രഹം കേട്ടോ. അപ്പോൾ റോസമ്മക്ക് വേണ്ടി എല്ലാവരും കൈയടിക്കുന്നു. സോ ഭാവിയിൽ ആര്യക്ക് വേണ്ടി കൈയടിക്കും. ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവർക്ക് ചിന്തിക്കുന്നതാണ് എന്നും കോട്ടൺ ക്യാൻഡി കഴിക്കാം, ഈ പഞ്ഞിമുട്ടായി കഴിക്കാം. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ക്ലൗൺ. ക്ലൗൺ ആരാണ്? കോമാളി. അപ്പോൾ സർക്കസിലെ ബെസ്റ്റ് ഫ്രണ്ട്, റോസമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കോമാളി ആയിരുന്നു. സോ അതുപോലെ ആര്യയും വലുതായി കഴിയുമ്പം റോസമ്മയെ പോലെ ആയിക്കഴിഞ്ഞാൽ ആര്യയുടേതും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? ക്ലൗൺ ആയിരിക്കും. ഇതൊക്കെ അവളുടെ ആഗ്രഹങ്ങൾ കേട്ടോ. സോ താഴെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഹൂ ഡിഡ് ആര്യ വാണ്ട് ടു ബി വെൻ ഷീ വാസ് 4 years old ആൻഡ് വൈ? 4 വയസ്സ് പ്രായമായപ്പോൾ ആര്യക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം, എന്തുകൊണ്ട്? സോ 2 ക്വസ്റ്റ്യൻസ് ആണ്. സോ ആര്യ വാണ്ടഡ് ടു ബി ലൈക്ക് റോസമ്മയെ പോലെ ആവണം, അല്ലെങ്കിൽ വാണ്ടഡ് ടു ബി റോസമ്മ തന്നെ ആവണം എന്നായിരുന്നു ആഗ്രഹം. എന്താണ് ഇതിന് കാരണം? സോ ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദി എയർ ഫ്രം സ്വിങ് ടു സ്വിങ് ലൈക്ക് റോസമ്മയെ പോലെ സ്വിങ്ങിൽ നിന്നും സ്വിങ്ങിലേക്ക്, ഊഞ്ഞാലിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ പറക്കാൻ അവൾക്ക് ആഗ്രഹമായിരുന്നു. സോ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം.
വെൻ ആര്യ വാസ് 8 years old, പക്ഷേ ഈ ആഗ്രഹം എല്ലാ കാലത്തും ഇല്ല കേട്ടോ. റോസമ്മ അവിടെ നിന്ന് 8-ാം വയസ്സിൽ ഇത് മാറി. സോ വെൻ ആര്യ വാസ് 8 years old, അവൾക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള, കൽപ്പന ചൗളയാവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഓക്കെ, ഷീ മെയ്ഡ് ഹെർസെൽഫ് എൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അപ്പം കൽപ്പന ചൗള ധരിക്കുന്ന പോലെ തന്നെ എന്താണ്, നല്ല ഓറഞ്ച് കളറുള്ള സ്പേസ് സ്യൂട്ട്. അപ്പോൾ സ്പേസിലേക്ക് പിന്നെ പോവാൻ അല്ലേ, പിന്നെ സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള വസ്ത്രം, അതിൻ്റെ സ്പെഷ്യൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന കൽപ്പന ചൗള ധരിച്ചിരിക്കുന്ന, നമുക്കറിയാം കൽപ്പന ചൗള ഇന്ത്യക്കാരിയായിരുന്നു. അവർ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ സ്പേസ് യാത്രക്കിടയിൽ മരണപ്പെടുകയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ അതൊന്നും ഇവൾക്ക് പക്ഷെ അറിയുന്നുണ്ടാവില്ല. ആരും ആഗ്രഹിക്കുന്നത് അതുപോലെ എന്താണ്, യാത്ര ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഷീ മെയ്ഡ് ഹെർസെൽഫ് എൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. സ്യൂട്ട് വസ്ത്രമാണ്, ഈ സ്പേസിലേക്ക് പോകുന്നവർ ധരിക്കുന്ന അതേ വസ്ത്രം, അതേ കളർ, പിന്നെ ഓറഞ്ച് കളറുള്ളത് ഇവൾക്ക് ഉണ്ടായിരുന്നു. അത് അവൾക്കൊന്നും ഉണ്ടാക്കി. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും ഒക്കെ ആര്യ തന്നെ ധരിക്കും. അപ്പോൾ ആര്യോട് പറയും, ആര്യ ആൻഡ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്, ആ വസ്ത്രത്തിൽ ആര്യ നിനക്ക് ചൂടാവുന്നില്ലേ? അപ്പോൾ പറയാം അസ്ട്രോനോട്ട്സ്, അതായത് ഇങ്ങനെ യാത്ര, ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അസ്ട്രോനോട്ട്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദ സ്യൂട്ട് അമ്മ. അപ്പോൾ അമ്മ ആരോട് ചോദിക്കുക, അത് ഇട്ട് നടക്കുമ്പോൾ ചൂടാവുന്നില്ല എന്ന് പറയുമ്പം ഈ ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആൾക്കാർ അവരെന്താണ്, ഇത്തരം വസ്ത്രം ഇട്ട് പരിചരിക്കണം, അവർക്ക് പരിചയം ഉണ്ടായിരിക്കണം. അസ്ട്രോനോട്ട്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയം ഉണ്ടാവണം ടു ദ സ്യൂട്ട് അമ്മ. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദി എർത്ത് ഈസ്, ഈ എർത്ത് പോലെ, ഭൂമിയെ പോലെ അത്രയും പിന്നെ എന്താണ് സേഫ് അല്ല ഏത് എർത്ത് എന്നുള്ളത്. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ, എൻ്റെ സ്യൂട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യും. വെൻ ആര്യ വാസ് 12 years old, അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ പിക്ചറാണ് കൽപ്പന ചൗളയുടെ പിക്ചറാണ്, ഇടത്തുള്ളത് ആര്യ. ഓക്കെ, സോ കൽപ്പന ചൗളയെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അതേപോലെയുള്ള വസ്ത്രം ധരിക്കുകയാണ് അവൾ ചെയ്യുന്നത്. സോ ബാക്കി നോക്കാം. ഇനി ആര്യക്ക് ഇപ്പോൾ 12 വയസ്സായിട്ടോ. വെൻ ആര്യ വാസ് 12 years old, ആര്യക്ക് 12 വയസ്സ് പ്രായമായപ്പോൾ ഷീ വാണ്ടഡ് ടു ബി അമേലിയ ഇയർഹാർട്ട്, അമേലിയ ഇയർഹാർട്ട് ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ആരാണ് അമേലിയ ഇയർഹാർട്ട്? അപ്പോൾ ഇതിൻ്റെ ഉച്ചാരണം ഇയർഹാർട്ട് എന്ന് ആയിക്കോണമെന്നില്ല, ചെറിയ മാറ്റം ഉണ്ടാവാം. ഓക്കെ, സോ അമേലിയ എന്ന് ഓർത്താൽ മതി. അമേലിയ ഇയർഹാർട്ട് അമേരിക്കൻ പൈലറ്റ് ആയിരുന്നു, ലേഡിയാണ് കേട്ടോ, അമേരിക്കൻ ലേഡി പൈലറ്റ് ആയിരുന്നു. അപ്പോൾ അവളെപ്പോലെ ആവണമെന്നായി പിന്നെ ഇവൾ വലുതായപ്പോൾ ആഗ്രഹം. ഷീ വാണ്ടഡ് ടു ബി അമേലിയ ഇയർഹാർട്ട്. ഷീ ബിൽഡ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രോജക്റ്റ്. സ്കൂൾ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, സയൻസ് എക്സിബിഷനും മറ്റുമൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആര്യ ഒരു മോഡലായിട്ടൊരു പ്ലെയിൻ ഉണ്ടാക്കി. ഇറ്റ് കുഡിൻ ഫ്ലൈ, പറക്കൊന്നുമില്ല, ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. എന്നാൽ അതിന് അവൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ, അമേലിയയുടെ അതേ ഹെയർ കട്ട് തന്നെ ആര്യ എന്താണ് തലയിൽ വെച്ചു. ഇപ്പോൾ കുട്ടികളെ കണ്ടില്ലേ, ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെയും മറ്റും എന്താണ് അതേ ഹെയർ സ്റ്റൈൽ കൊണ്ടു നടക്കുന്നത്. അതേപോലെ ആര്യ എന്താണ് അമേലിയ ഇയർഹാർട്ടിൻ്റെ അതേ ഹെയർ സ്റ്റൈൽ വെച്ച് നടന്നു. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദി 8-year-old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? എന്തുകൊണ്ടാണ് പിന്നെ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ആര്യക്ക് കൽപ്പന ചൗള ആവണമെന്ന് പറഞ്ഞത്? ബിക്കോസ് ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ടു ദ സ്പേസ്, സ്പേസിലേക്ക് പറക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഭാഗം നോക്കാം. സൂൺ ആര്യ ഹേർഡ് ഓഫ് ആംഗുലിയ ബൈ കുമുദമ്മൽ. ഇതൊരു ഉച്ചാരണം കറക്റ്റ് ഇങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. സോ കുമുദമ്മാൽ എന്നാണ് വായിക്കുന്നത് കേട്ടോ. സോ കുമുദമ്മാൽ ആൻഡ് സർല താക്രൽ. സോ 3 പേരാണ് കേട്ടോ. ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. ആദ്യമായിട്ട് പ്ലെയിൻ ഓടിച്ച 3 ഇന്ത്യൻ സ്ത്രീകൾ, 3 പേരാണ്. ആരൊക്കെയാണ്? ഒന്ന് അങ്കുലിയ ബായി, കുമുദമ്മാൽ ആൻഡ് സർല താക്രൽ, ഈ 3 പേര്. സോ ഇവരെ കുറിച്ച് കേട്ടു ആര്യ കുറച്ചുകൂടെ വലുതായപ്പോൾ. അങ്കുലിയ ബായി വാസ് ജസ്റ്റ് 16 years old. അവൾ പറക്കുന്ന സമയത്ത് അങ്കുലിയ ബായിക്ക് 16 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ അതൊന്നുകൂടെ ഇവൾക്ക് ത്രില്ലായി. ഐ കാൺട്ട് വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. 16 വയസ്സ് ടീനേജ് പ്രായമാണല്ലോ, അഡോളസെൻസ് ആണല്ലോ, കൗമാര പ്രായമാണല്ലോ. സോ ആര്യ പറയാണ്, ഓ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ടീനേജർ ആയാൽ മതി. ഐ കാൺട്ട് വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. അപ്പോൾ സോ യു ക്യാൻ ഡ്രൈവ്, അപ്പോൾ വാഹനം ഓടിക്കാനാണോ? നോ, അല്ല. സോ യു ക്യാൻ വോട്ട് ചെയ്യാനാണോ? നോ, അല്ല. ദെൻ വാട്ട്, പിന്നെന്തിനാ? സോ ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയും. അതാണ് അവളുടെ ഉത്തരം. വെൻ ആര്യ വാസ് 18 years old, ആര്യക്ക് 18 വയസ്സ് പ്രായമായപ്പോൾ ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അതായത് ശത്രു വിമാനങ്ങളെ പിന്നെ അറ്റാക്ക് ചെയ്ത് ഓടിച്ചു വിടാനും തകർക്കാനും വേണ്ടിയുള്ള ഒരു രാജ്യത്തിൻ്റെ
എന്താ പറയുക സംവിധാനമാണ് ഈ ഫൈറ്റർ പ്ലെയിൻ. അപ്പോൾ ഈ ഫൈറ്റർ പ്ലെയിനിൻ്റെ പൈലറ്റ് ആവുന്നതാണ് പിന്നെ 18 വയസ്സായപ്പോൾ ഇവിടെ ആകുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എല്ലാം പറക്കലാണ് കേട്ടോ, മനസ്സിലാക്കണേ. പറക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ സ്വപ്നം. ഹു ആർ ദേ ചേച്ചി ആസ്റ്റ് ഹെർ ലിറ്റിൽ ബ്രദർ രാജു സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. അപ്പം ഒരിക്കൽ പിന്നെ ഇവളുടെ ബ്രദർ, ആരുടെ ബ്രദറായ രാജു ചോദിക്കുകയാണ്, ചേച്ചി ആരാണ് ആ പോസ്റ്ററിൽ കാണുന്നത്? ഇവളുടെ വീട്ടിൽ ഇവളുടെ റൂമിൽ ഒരു പോസ്റ്റർ ഉണ്ട്. സോ ആ വാളിൽ ഉള്ള ആ ചുമരിലുള്ള പോസ്റ്റർ ആരുടേതാണെന്ന് ചോദിക്കണം. ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന. 3 പേര് കേട്ടോ, ഭാവന, ആവണി ആൻഡ് മോഹന. ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് ഓടിച്ച സ്ത്രീകളാണ് ഭാവന, ആവണി ആൻഡ് മോഹന. നേരത്തെ പറഞ്ഞ 3 സ്ത്രീകൾ എന്തായിരുന്നു ആദ്യമായിട്ട് പ്ലെയിൻ പറത്തിയത്? ഇവിടെ ആദ്യമായി ഫൈറ്റർ പ്ലെയിന് പറത്തിയ സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. ആർ ദി യുവർ ഫ്രണ്ട്സ് എന്ന് ബ്രദർ ചെറുതല്ലേ ചോദിക്കണം, നിന്റെ സുഹൃത്തുക്കളാണെന്ന് ചോദിക്കുമ്പോൾ ആര്യ ലാഫ്റ്റ്, ആര്യ ഉറക്കെ പൊടിച്ചിരിച്ചു. മേ ബി സം ഡേ, ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായേക്കാം ഒരു കാലത്ത് അല്ലേ, എന്ന് വെച്ചാൽ ഞാനും പറക്കുമെന്ന് ഇതൊക്കെ ഓടിക്കുമെന്ന് രാജു എന്ന് പറയുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹെർ വാൾ? അപ്പം രാജു എന്താണ് ചോദിച്ചത്? പോസ്റ്റർ, അവളുടെ വാൾ ചുവരിലുള്ള പോസ്റ്ററെ കുറിച്ച് രാജു എന്താ ചോദിച്ചത്? രാജു വാണ്ടഡ് ടു നോ ഹൂ ദ വിമൻ ഓൺ ദ പോസ്റ്റർ വേർ. ആ പോസ്റ്ററിലുള്ള സ്ത്രീകൾ ആരാണെന്ന് രാജു ചോദിച്ചത് അല്ലേ. സോ ഹി ഓൾസോ വാണ്ടഡ് ടു നോ ഇഫ് ദേ വേർ ഹെർ ഫ്രണ്ട്സ്. ഇവളുടെ ആര്യയുടെ ഫ്രണ്ട്സാണ് അവരെന്നും അറിയണം. ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? ആര്യ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ആര്യ പറഞ്ഞു, ആര്യ സെഡ് ദാറ്റ് ദേ വേർ ഭാവന, ആവണി ആൻഡ് മോഹന ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ദ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫൈറ്റർ പ്ലെയിൻസ് ആദ്യമായി പറത്തിയ സ്ത്രീകളാണെന്ന് പറഞ്ഞു. സോ ഇനി ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ഫ്ലൈയിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പൈലറ്റുമാരുണ്ടാക്കുന്ന സ്കൂളാണ്. അപ്പോൾ നന്നായിട്ട് പൈസക്ക് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ആര്യ പണമൊക്കെ സേവ് ചെയ്തു. അങ്ങനെ എന്താണ് ഫ്ലൈയിങ് സ്കൂളിൽ പഠിക്കാൻ. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്. വർഷങ്ങളെടുത്ത് അവൾ പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. പൈലറ്റിൻ്റെ ഒപ്പം ഇരുന്നു അവർക്കൊപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. കഠിനാധ്വാനം ചെയ്തു ആര്യക്ക് എന്നാൽ പൈലറ്റ് ആവണം, അതിന് കഠിനാധ്വാനം ചെയ്തു. ക്യാരറ്റ് നന്നായിട്ട് കഴിച്ചു. എന്താ കാരണം നോക്കാം. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദി ഐസ്. പൈലറ്റിന് നല്ല കാഴ്ചശക്തി വേണ്ടേ, അപ്പം ക്യാരറ്റ് കഴിച്ച് നല്ല കാഴ്ചശക്തി ഉണ്ടാവുമെന്ന് അവളുടെ അമ്മ പറഞ്ഞതുകൊണ്ട് അവൾ നന്നായിട്ട് ക്യാരറ്റ് കഴിക്കുമായിരുന്നു. ഫൈനലി അവസാനം ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ് ഹെർസെൽഫ്. അപ്പോൾ അവസാനം അവൾക്ക് കോക്പിറ്റിൽ ഇരിക്കാനായി എന്ന് പറഞ്ഞാൽ അവൾ പൈലറ്റായി മാറി. പൈലറ്റിലെ കോക്പിറ്റിൽ ഇരിക്കുക, അങ്ങനെ അവൾ പൈലറ്റായി മാറി. ഇനി പൈലറ്റ് യാത്രയാണ്, അതായത് പ്ലെയിനിലും യാത്രയാണ്. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. അപ്പോൾ അവളുടെ ഒരു ക്രൂ പറയാണ്, അവിടെ കൂട്ടത്തിലുള്ള ജോലിക്കാരിൽ ഒരാൾ പറയാണ്, ഈ ദിവസം വളരെ സ്പെഷ്യലാണ് ആര്യക്ക്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്പിറ്റ്. അപ്പോൾ കോക്പിറ്റിൽ ഇരിക്കുന്നത് ആര്യയാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. അപ്പോൾ ആര്യ ഇപ്പം പൈലറ്റായി മാറി. അപ്പോൾ അന്ന് പൈലറ്റിൽ നിന്നുകൊണ്ട് അവളുടെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയാണ്, ആര്യ ഇന്ന് വളരെ എക്സൈറ്റഡ്, ത്രില്ഡ് ആണ്. കാരണം വളരെ സ്പെഷ്യലായ 2 പാസഞ്ചേഴ്സ്, 2 യാത്രികർ ഇന്ന് ഇവളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് രാവിലെ. ആരൊക്കെയാണ്? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം എബോർഡ്. അപ്പം എല്ലാവരും എന്താ പറയുക, ഇപ്പോൾ ഈ യാത്രക്കിടയിൽ എന്താണ് സംസാരിക്കും യാത്രികരോട്. അപ്പോൾ ആ ഒരു വ്യക്തി പറയാണ്, ക്യാപ്റ്റനെ പരിചയപ്പെടുത്താണ്, ക്യാപ്റ്റൻ ആര്യ കേട്ടോ. സോ ഇതാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ. വെൽക്കം അബോർഡ് മീൻസ് അബോർഡ് വാഹനത്തിൻ്റെ ഉൾവശം കേട്ടോ. അബോർഡ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഉൾവശം. അപ്പോൾ എല്ലാവരും പ്ലെയിനിലേക്ക് സ്വാഗതം എന്ന് പറയാണ്. ആ സമയത്ത് ചേച്ചി രാജു വാസ് ത്രിൽഡ്. രാജു ആകെ ത്രില്ല് അടിച്ചു. കാരണം എന്താ, അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് 2 പേരെന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് ആരാണ്? ഇവൻ്റെ ചേച്ചി എന്ന് വിളിച്ച ഈ രാജുവാണ്. സോ രാജു എന്താണ് ചേച്ചി എന്ന് വിളിച്ചു. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അപ്പം രാജുവിൻ്റെ മദർ എന്ന് പറയുമ്പോൾ ഇവളുടെ കൂടെ മാത്രമാണല്ലോ ആര്യയുടെ. അങ്ങനെ രാജുവിന് എന്ത് ചെയ്തു? ഹഗ് ചെയ്തു. സോ അവസാനം എന്താണ്, ഇവൾ ആഗ്രഹിച്ച എന്താണ്, പൈലറ്റായി മാറി. അവളുടെ അമ്മയും അനിയനും അതിൽ യാത്ര ചെയ്യുകയും ചെയ്തു. ഇവൾക്കൊപ്പം പ്ലെയിനിൽ യാത്ര ചെയ്യുകയും ചെയ്തു. സോ ഇതിൽ നിന്നും നമുക്കൊരു മെസ്സേജ് ഉള്ളത് എന്താണ്, നമുക്ക് നല്ലൊരു ആഗ്രഹം, തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടാവുകയും വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിയും എന്നൊരു മെസ്സേജാണ് ഇത് നൽകുന്നത്. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു. പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.